മീനാക്ഷി, ദേവി, ദേവി, എന്താ മീനാക്ഷി എവിടെ? ആ, എനിക്കറിയില്ല. വാ നോക്കാം. താനിവിടെ എന്തെടുക്ക? എപ്പോഴാ ഉണർന്നത്? ഉണരാൻ ഉറങ്ങിയിട്ട് വേണ്ടേ? ഞാനിങ്ങനെ ആലോചിച്ച് നിനക്ക് എന്താ ഇത്ര ആലോചന? മല്ലീശ്വര മുടിയില് കല്യാണിക്ക് എന്താ പറ്റിയിട്ടുണ്ടാവുക? എന്തു പറ്റാൻ? അവസാനമായപ്പോ അതിന് റാമിന്റെ കൂടെ ബോംബെക്ക് പോകാൻ ഇഷ്ടം ഉണ്ടായില്ല. അപ്പൊ ഗ്രാമം വിട്ടുപോയി, അത്ര തന്നെ. എങ്ങോട്ട് പോയി? അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം. കല്യാണി മരിച്ചു. കല്യാണിയെ പൊന്നും കുന്ന് ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ. എന്ത് ഐഡിയ? നാട്ടിൽ ചെല്ലുമ്പോ നമുക്ക് ആ വട്ട് തമ്പുരാട്ടിയുടെ അടുത്ത് ചോദിക്കാം, കല്യാണിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ. എന്തിന്? അപ്പൊ നമുക്കറിയാലോ കല്യാണിക്ക് എന്താ സംഭവിച്ചെന്ന്. അവളെന്താ ഓടുന്നത്? മീനാക്ഷി, 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 മീനു. കല്യാണിയുടെ ആത്മാവല്ലേ? മീനാക്ഷി, എത്ര നേരമായി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക? നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? എന്ത് പറ്റി നിനക്ക്? നീ എന്തിനാ ഓട്ട ബോർഡ് എടുത്തത്? കല്യാണിയെ ഞാൻ കേട്ടു. വിളിച്ചപ്പോ അയാളാ വന്നേ. ആര്? രാമോ? അവിടെ ഉണ്ടായിരുന്ന രഘുരാം. മീനാക്ഷി, നിനക്കെന്താ വട്ടായോ? നീ നിന്റെ രോജോ ബോർഡ്. ഞാൻ കേട്ടതാ ദേവി അയാളുടെ ശബ്ദം. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്ന്. നീ എവിടെ കേട്ടു? മീനാക്ഷി, ചാക്കോ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ആരോ എന്നെ കൊല്ലാൻ നോക്കി. ഇത് കണ്ടില്ലേ? എന്നിട്ട് അയാൾ എവിടെ? കാണാനില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ഇന്നലെ രാത്രി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഇവിടെയുള്ള സാധനങ്ങളും കാണാനില്ല, ആ ആനമല ജോളിയും കാണാനില്ല. ഞാൻ പറഞ്ഞില്ലേ രഘുറാം കള്ളനാണെന്ന്. അയാളായിരിക്കും ഇതെല്ലാം അടിച്ചോണ്ട് പോയത്. അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. ചാക്കോ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്നലെ ഈ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന 2 പേര് മിസ്സിംഗാ. നോക്ക് മീനാക്ഷി, സംഗതി സീരിയസ് ആണ്. ഉടനെ ഇത് ആരെങ്കിലും അറിയിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരം നമ്മൾ തന്നെ പറയേണ്ടി വരും. വാ, ഇറങ്ങ്. വാ. അതിന്റെ ഒന്നും ആവശ്യമില്ല, എവിടെയും പോണ്ടെന്നേ. അടിവാരത്തിൽ ചെന്നാൽ ആരെങ്കിലും കാണാതിരിക്കില്ല. നീ വാ.
ആനമല ജോലി സാറല്ലേ? ഇയാളെന്താ ഇവിടെ? സാർ, സാറിന് എന്ത് പറ്റി? എന്റെ അടുത്ത് പറയരുത്. ജോളി സാർ, അത് ഞങ്ങളാ സാർ. ഞങ്ങളുടെ കൂടെ വന്ന രാമനെ കാണാനില്ല. പ്രേതം, നീയും പ്രേതമാണ്. നീയാണ് പ്രേതത്തിന്റെ റാണി. പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ റാമിനെ കണ്ടോ? റാമോ? ഏത് റാം? നിങ്ങൾ 5 പേരല്ലേ മുറി ചോദിച്ചു വന്നേ? അല്ല, ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 6 പേരോ? ഞാൻ 5 പേരല്ലേ കണ്ടുള്ളൂ. അനിയാ, നീ സൂക്ഷിച്ചോ. ഈ പെണ്ണുങ്ങളിൽ ഒരു യക്ഷിയാണ്. യക്ഷി. ഇയാൾക്ക് വട്ടായി പോയിന്നാ തോന്നണേ. ഇയാൾ അടിച്ച് പിരിഞ്ഞിരിക്കുക. വാ, നമുക്ക് വേറെ വല്ലവരോടും പോയി ചോദിക്കാം. വാ, എനിക്ക് വട്ടല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. അതാണ് നല്ലത്. അവർക്ക് കാണാം, എനിക്ക് കണ്ടൂടാ. സാർ, സാർ, എടാ ചോദിച്ചത് കേട്ടില്ലേടാ? സാർ, ഞങ്ങളോ? ഏത് ഞങ്ങള്? എടാ നിനക്കൊന്നും ഉറക്കമില്ലേടാ? മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്നും വന്നോളൂ. എടാ ഇങ്ങോട്ട് നീങ്ങിക്കണേ. സാർ, ഒരു കാര്യം അറിയാൻ വന്നതാ. എന്തുവാടാ, വല്ല ചുറ്റിക്കളിയാണോ? എടാ നിന്റെ മുഖത്തൊരു പശപ്പശ കൊണ്ടല്ലോടാ. ഞങ്ങളുടെ കൂടെയുള്ള ഒരാള് മിസ്സായി. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മിസ്സായി. എപ്പോഴാ മിസ്സായത്? 2-3 മണിക്കൂറായി. എപ്പോഴാ? 2-3 മണിക്കൂറായി. 2-3 മണിക്കൂറായി. എന്താടിയുടെ പേര്? രഘുറാം. രഘുറാം. നിങ്ങളുടെ ആരാ അയാള്? ഞങ്ങളുടെ ആരുമല്ല സാർ. ഇന്നലെ രാത്രി വഴി വെച്ച് ഞങ്ങളുടെ വണ്ടി കയറിയതാ. നീയൊക്കെ എന്താണ് വഴി കേൾക്കുന്ന വല്ലവനെയൊക്കെ എടുത്ത് വണ്ടി കയറ്റാൻ പോയത്? എന്താ അവന്റെ രൂപം? 6 അടിയോളം ഉയരം വരും. നല്ല ഫെയർ ആണ് സാർ. പിന്നെ ഫുൾ ടൈം തണ്ണിയാണ് സാർ. പ്രായം 35-40 കാണും. സാർ, പിന്നെ അയാളെ നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഫോട്ടോഗ്രാഫറാണ്. എന്താ പറഞ്ഞേ? നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. നിങ്ങൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇയാളാണ്. സൂക്ഷിച്ചു നോക്ക്. ഇയാൾ തന്നെയാണോ? അതെ സാർ, ഇയാൾ തന്നെയാണ് സാർ. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. മിസ്സായിട്ട് എത്ര മണിക്കൂറായെന്നാ പറഞ്ഞേ? 3 മണിക്കൂറായി സാർ. നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ 12 മണിക്കൂറായി മരിച്ചിട്ട്.